അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ചെറുപ്പകാലങ്ങളിൽ നമ്മൾ മണ്ണപ്പം ചുട്ട് കളിച്ചിട്ടുണ്ടാകും. കളിച്ചിട്ടുള്ളവരുന്ന് കഴി വെക്കിയ മണ്ണപ്പം. ഓക്കെ. ചിലപ്പോ ബലൂൺ വാങ്ങിയിട്ടുണ്ടാകും. നമ്മള് ബലൂൺ പൊട്ടിക്കഴിഞ്ഞാൽ നമ്മൾ പൊട്ടിക്കരയാറുണ്ട്. മണ്ണപ്പം പൊട്ടിച്ചാല് ഉറക്കെ കരഞ്ഞുകൊണ്ട് ഉമ്മയോട് പോയി പറയും, ഇക്ക എന്റെ മണ്ണപ്പം പൊട്ടിച്ചു. അല്ലെങ്കിൽ ബലൂൺ പൊട്ടിയ ആ രാത്രിയിൽ കരഞ്ഞ് 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 എനിക്ക് ബലൂൺ വേണം, എനിക്ക് ബലൂൺ വേണമെന്ന് പൊട്ടി പൊട്ടി കരയും. വാപ്പ പറയും, നാളെ ഞാൻ വാങ്ങിത്തരാൻ, ഇപ്പൊ കടക്കടച്ചിക്കണ്, പറ്റൂല, എനിക്ക് ഇപ്പൊ തന്നെ ബലൂൺ വേണമെന്ന് പറഞ്ഞ് നമ്മൾ ഒരു കാലത്ത് കരഞ്ഞിട്ടുണ്ട്. 500 രൂപ കൊടുത്തിട്ട് പറയും, നീ ഇത് കയ്യിൽ വെച്ചോ, കാശ് ഉറപ്പായില്ലേ, നാളെ വാങ്ങിത്തരാം. കുട്ടിക്ക് 500 വേണ്ട, എനിക്ക് ബലൂൺ മതി, അല്ലെങ്കിൽ എനിക്ക് ചെറിയ കാറ് മതി, അല്ലെങ്കിൽ എനിക്ക് എന്റെ മണ്ണപ്പം ശരിയാക്കി തരണം. കാരണം ആ കുട്ടിയുടെ അല്ലെങ്കിൽ അക്കാലത്ത് നമ്മളുടെ മനസ്സ് അതായിരുന്നു ഏറ്റവും വലുതായി കണ്ടിരുന്നത്. ഒരു സമയത്ത് നമുക്ക് വലുതായി തോന്നിയ ആ കാര്യങ്ങൾ ഇന്ന് നമുക്ക് മണ്ണപ്പം ആവശ്യമില്ല. ബലൂണ് 10 എണ്ണം വേണമെങ്കിൽ പൊട്ടിച്ചാലും നമുക്ക് ചിരിയാണ് വരുന്നത്, കരച്ചിൽ വരുന്നില്ല. എന്നാൽ ഞാൻ പറയുന്നത്, ഇന്ന് ആ ബലൂണിന്റെ സ്ഥാനത്ത് അല്ലെങ്കിൽ മണ്ണപ്പത്തിന്റെ സ്ഥാനത്ത് പല സാധനങ്ങളും വന്നുപോയി. അന്ന് ചെറുതായിരുന്ന പലതും വലുതായിപ്പോയി, അന്ന് വലുതായ പലതും ചെറുതായിപ്പോയി. അന്ന് മണ്ണപ്പം വലുതാണെങ്കിൽ ഇന്ന് മണ്ണപ്പം വലുതല്ല, അന്ന് ബലൂൺ വലുതാണെങ്കിൽ ഇന്ന് ബലൂൺ വലുതല്ല. പക്ഷേ അന്ന് ബലൂൺ പൊട്ടിയ രാത്രിയിൽ കരഞ്ഞപ്പോൾ കൊടുത്ത ഒരു 500-ന്റെ നോട്ടുണ്ടല്ലോ, അത് ഇന്ന് കിട്ടിയാൽ തിരക്കേടില്ല. അപ്പൊ പല സാധനങ്ങളും മണ്ണാണെന്ന് നമുക്ക് ഇപ്പോഴാണ് മനസ്സിലാകുന്നത്. അതും സിമ്പിൾ ആണെന്ന്, അതൊന്നും വലിയ കാര്യമില്ല എന്ന് നമുക്ക് മനസ്സിലായത് നമ്മുടെ ബുദ്ധി വളർന്നത് കൊണ്ടാണെങ്കിൽ, ഞാൻ പറയുന്നു, നാം ഇപ്പോഴും കൊച്ചുകുട്ടികളാണ്. നാം ഇപ്പോഴും മണ്ണപ്പത്തിന്റെ പിന്നാലെ തന്നെയാണ്. നമുക്ക് വലുതേതാണെന്ന് മനസ്സിലായിട്ടില്ല. നാം കൊച്ചുകുട്ടികളാണ് ആരുടെ മുന്നിൽ? അന്ന് നാം കൊച്ചുകുട്ടികളായിരുന്നു വലിയവരുടെ മുന്നിൽ. ഇന്നും നാം കൊച്ചുകുട്ടികളാണ്. ആരുടെ മുന്നിലാണെന്നറിയുമോ? മഹാന്മാരുടെ മുന്നിൽ. മഹദിയായ റാബിയത്തുൽ അദവിയ്യ റളിയല്ലാഹു അൻഹാ ഒരിക്കൽ പാടി. മഹദിയവതികളെ എന്ത് ചെയ്തു എന്നറിയുമോ? ഒരിക്കൽ ഒരു കൂട്ടം ആളുകൾ, യുവാക്കൾ മാർക്കറ്റിൽ പോയി സാധനങ്ങൾ വാങ്ങി വരുമ്പോൾ അടിമ വേല ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഒരു വിഭാഗം ആളുകൾ കൊണ്ടുപോയി അടിമയാക്കി വിറ്റു. അങ്ങനെ അടിമ വേല ചെയ്തുകൊണ്ടിരിക്കുമ്പോ മാർക്കറ്റിൽ നിന്ന് തിരിച്ചു വരുന്ന സമയത്ത് യുവാക്കൾ പുറകിൽ കൂടി. മഹദിയവർകൾ ഓടുന്നു, ഓടി ഓടി വീഴുന്നു, കൈ പൊട്ടി ചോരയൊലിക്കുന്നു. വലിയ പ്രയാസങ്ങൾ നേരിട്ടു. പക്ഷേ അന്ന് രാത്രിയും തഹജ്ജുദ് മുടങ്ങുന്നില്ല. മഹാന്മാരുടെ ചരിത്രമാണ് വിസ്മയം. അതാണ് അത്ഭുതം. ഇവിടെ മാജിക് അല്ല അത്ഭുതം, മറ്റുള്ള സാഹസികമായ കർമ്മങ്ങളല്ല അത്ഭുതം. മഹാന്മാരുടെ ചരിത്രങ്ങൾ നമ്മൾ പഠിക്കണം. ഹികായാത്തുസ് സ്വാലിഹീൻ ജുന്ദും മിൻ ജുനൂദില്ലാഹ്. സ്വാലിഹീങ്ങളുടെ ചരിത്രം നമ്മൾ പഠിക്കണം. അത് ശൈത്താനോട് പടവരുന്നതാണ്, നമ്മുടെ ദേഹേച്ഛയോട് പടവരുന്നതാണ്. നമുക്ക് ഇന്റേണൽ മോട്ടിവേഷൻ കിട്ടും. അങ്ങനെയുള്ള മഹാന്മാരുടെ മുന്നിൽ നാം ഇന്ന് സ്നേഹിച്ചു കൊണ്ടിരിക്കുന്ന ദുനിയാവിലെ മുഴുവൻ ആഡംബരങ്ങളും അതെല്ലാം മണ്ണാണ്. മഹദിയവർകൾ പാടുന്നു, വലൈതക തഹലൂവൽ ഹയാതു മരീറതു വലൈതക തർമാവൽ അനാമു ഗിദാബു
അർഹമർ റഹീമായ റബ്ബേ വലൈതക തഹ്ലു നീയുമായുള്ള ബന്ധം എനിക്കൊന്നു മധുരിച്ചിരുന്നെങ്കിൽ, അതൊന്ന് സ്വീറ്റ്ഫുൾ ആയിരുന്നുവെങ്കിൽ എനിക്ക് എന്തല്ല ഒരു വിഷയവും ഒരു പ്രയാസവും ഒരു പ്രശ്നവും എനിക്ക് വിഷയമല്ല. വലൈതക തർളാഹു വൽ അനാമു ഗിളാബു നിന്റെ തൃപ്തി എനിക്ക് ലഭിക്കുകയാണെങ്കിൽ ലോകത്തിലുള്ള മുഴുവൻ ജനങ്ങളും എന്നോട് ദേഷ്യം പിടിച്ചാൽ, എന്നെ വെറുത്താലും എനിക്ക് പ്രശ്നമില്ല. വലൈതല്ലദീ ബൈനീ വബൈനക ആമിറൂ വബൈനീ വബൈനൽ ആലമീന ഖറാബൂ എന്റെയും നിന്റെയും ഇടയിലുള്ള ബന്ധമൊന്ന് നന്നായിരുന്നുവെങ്കിൽ, അതൊന്ന് പച്ച പിടിച്ചിരുന്നുവെങ്കിൽ, ജനങ്ങൾക്കിടയിലുള്ള സകലമായ കണക്ഷനുകളും തകർന്നടിഞ്ഞു പോയാലും എനിക്ക് പ്രശ്നമില്ല. ഇദാനിൽ തുമിൻ കൽവൂദ ഫൽകുല്ലു ഹയ്യിനൂൻ വകുല്ലുല്ലദീ ഫൗഖ തുറബി തുറാബു എന്താണ് പറയുന്നതെന്നറിയുമോ? നിന്റെ സ്നേഹമൊന്ന് എനിക്ക് ലഭിച്ചു കഴിഞ്ഞാൽ എല്ലാ വിഷയങ്ങളും എനിക്ക് നിസാരമാണ്. കാരണം എന്താണെന്നറിയുമോ? ഈ ഭൂമിയുടെ മുകളിലുള്ള എല്ലാ സാധനങ്ങളും ഉണ്ടല്ലോ, ഭൂമിക്ക് മുകളിലുള്ള എല്ലാ സാധനങ്ങളും മണ്ണ് തന്നെയാണ്. കൊട്ടാരമായി നാം ഇന്ന് കാണുന്ന സാധനമുണ്ടല്ലോ, ഈ ബിൽഡിങ്ങുകളെല്ലാം ഒരു കാലം കഴിഞ്ഞു കഴിഞ്ഞാൽ അതെല്ലാം മണ്ണായിത്തീരുന്നു. ഇന്ന് കാണുന്ന സുന്ദരന്മാരും സുന്ദരിമാരുമുണ്ടല്ലോ, അവരങ്ങ് മരിച്ചു കഴിഞ്ഞാൽ, ഖബറിലേക്ക് വെച്ചു കഴിഞ്ഞാൽ വിത്തിൻ 1 വീക്ക്, ഒരാഴ്ചക്കുള്ളിൽ അവരുടെ മാംസളമായ എല്ലാ ഭാഗങ്ങളും മണ്ണിലേക്ക് അലിഞ്ഞു പോകുന്നു, വെറും അസ്ഥികൂടമായി മാറുന്നു. നാം നമ്മുടെ വല്ലിപ്പാന്റെ ഖബറൊന്ന് പോയി മാന്തി നോക്കിക്കഴിഞ്ഞാൽ ആ പറയുന്ന അസ്ഥി പോലും അവിടെ കാണുകയില്ല, അതെല്ലാം മണ്ണായി മാറുന്നു. വകുല്ലുല്ലദീ ഫൗഖ തുറബി തുറാബു ഈ കാണുന്നതായ ലോകത്തിലുള്ള മുഴുവൻ സാധനങ്ങളും ഉണ്ടല്ലോ, അതെല്ലാം മണ്ണാണ് 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 എന്ന് ആർക്ക് മനസ്സിലായി? മഹാന്മാർക്ക് മനസ്സിലായി. അന്ന് കുട്ടികളോട് നമ്മൾ പറയുന്നത് മണ്ണല്ല മോനെ, മണ്ണിന്റെ അപ്പമല്ല, മണ്ണിന്റെ പുട്ടല്ലത്, പൊട്ടിക്കോട്ടെ എന്ന് പറയുമ്പോ കുട്ടിക്കത് പറ്റില്ല. എനിക്ക് മണ്ണപ്പം വേണം, എനിക്ക് ബലൂണ് വേണമെന്ന് പറഞ്ഞുകൊണ്ട് അതേ ഇങ്ങനെയുള്ള കുട്ടികളെന്ന് കരഞ്ഞു എങ്കിൽ, ഞാൻ പറയുന്നു ഇന്നും നമ്മുടെ മണ്ണപ്പം നഷ്ടപ്പെടുമ്പോ നമുക്ക് കാറാണെന്ന് മണ്ഡപ്പത്തിന്റെ സ്ഥാനത്ത് നമുക്ക് കൊട്ടാര സമാനമായ വീടുകളാണ്, സുന്ദരിമാരായ നടിമാരാണ്, നടന്മാരാണ്, ഫുട്ബോൾ പ്ലേയേഴ്സ് ആണെങ്കിൽ അതെല്ലാം മണ്ണാണെന്ന് മഹാന്മാര് പറയുന്നു. മഹാന്മാരുടെ വരികൾ മനസ്സിലാക്കി അതനുസരിച്ച് ജീവിക്കാൻ നമുക്കെല്ലാവർക്കും അല്ലാഹു തആല തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അസ്സലാമു അലൈക്കും.